അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. നമ്മുടെ നാടൻ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. ഇത് പ്രത്യേക ഒരു വെറൈറ്റിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ പുട്ട്, ഇടിയപ്പം, പാലപ്പം, ചപ്പാത്തി എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചിരുന്നേ. അത് രാവിലെ ആയപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുത്തി തല്ലിയിടണം. അതിനുവേണ്ടി ഞാനതൊരു ചെറിയ ഇടുകല്ലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാൻ മിക്സി ഉപയോഗിക്കുന്നില്ല കേട്ടോ. എല്ലാം ഇതുപോലെ കുത്തിത്തല്ലിയാണ് എടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ ചതച്ചെടുക്കുന്ന ഗ്രീൻ പീസ് കറിക്ക്. അപ്പോൾ ഞാൻ അത് മൊത്തം ചതച്ച് വാരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഉള്ളി, ഒരു 350 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൽ കൊള്ളാവുന്നത്രയും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇതിൽ വലിയ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ. ചെറിയ ഉള്ളി മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ ഉള്ളി ഞാനിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. ആദ്യത് നമുക്ക് മാറ്റിയൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം ഞാൻ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 2 ടൊമാറ്റോയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ടൊമാറ്റോ ഇട്ട് ചതയ്ക്കുമ്പോൾ ചെറുതായിട്ട് ചെറിയ ഇതിൽ ഒന്ന് അരഞ്ഞെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത്രയും തെറിച്ച് പോകും. അപ്പോൾ ഞാൻ ടൊമാറ്റോയും ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കുക്കർ ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം കുക്കറൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തല്ലി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ടൊമാറ്റോയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. സവാള എടുത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ് ഇതുപോലെ കുത്തിത്തല്ലി വയ്ക്കുന്ന ഗ്രീൻ പീസ് കറിക്ക്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. തീ കൂട്ടിയിട്ട് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. അത് പെരിഞ്ചീരകവും ഏലക്കയും കറുവപ്പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാ പൊടിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് കഴുകിയെടുത്ത ഗ്രീൻ പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കറക്റ്റ് ഉപ്പൊക്കെ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമുക്കൊരു 7-8 വിസിൽ കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ 7-8 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രഷർ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ട് നമുക്കിതൊന്ന് അടപ്പ് തുറക്കാം. അപ്പോൾ ഇതാ പ്രഷറൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് കറി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. എന്നാൽ ഗ്രീൻ പീസ് ഒന്നും വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുമില്ല. ഇതാണ് നല്ല ടേസ്റ്റ്. നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഒരു 10-12 കാഷ്യൂനട്ട് ഞാനിത് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ. അത്തിരി കഴിയും കൂടി ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് കുറുവി കിട്ടണം ഇത്. അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ഒരു കടുക് താളിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടായപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് നമ്മൾ ഗ്രീൻ പീസ് കറി വയ്ക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കടുക് താളിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുന്നത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കിട്ടും. ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ തേങ്ങ ഒരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഒരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്രീൻ പീസ് കറിയിലേക്ക് ഈ താളിച്ച തേങ്ങാക്കൊത്തൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല മണമുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ വെക്കുമ്പോൾ. നല്ല മണവുമാണ്. ഇത് പുട്ട്, ദോശ, ഇടിയപ്പം, ചപ്പാത്തി എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. ഈ കറി ചൂട് പുട്ടിനോടൊപ്പമൊക്കെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കറക്റ്റ് കുറുവലോട് കൂടിയുള്ള നമ്മുടെ ഗ്രീൻ പീസ് കറിയാണിത്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. എന്നാൽ ഗ്രീൻ പീസ് ഒക്കെ ഒന്ന് ഉടഞ്ഞ് ചേർന്നിട്ടുമില്ല. ഇതുപോലെയാണ് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇരിക്കേണ്ടത് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ വയ്ക്കുന്ന കറിയെപ്പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക.
ഇതുപോലൊരു ഗ്രീൻ പീസ് കറി ഉണ്ടെങ്കിൽ പാത്രം കാലിയാകുന്നത് അറിയുകയില്ല. കൊച്ചുകുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. കൊച്ചുകുട്ടികൾക്കെന്നല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്വാദിഷ്ടകരമായ ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്